ശ്രീഹരിയം ദശകം 28 ലക്ഷ്മി സ്വയംവരവും അമൃതപ്രാദുർഭാവവും. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ആദ്യമായി പാലാഴിയിൽ നിന്നുണ്ടായി ഇളകുന്ന അഗ്നിജ്വാല വാമിക്കുന്ന കാളകൂടവും അത്യധികം സന്തുഷ്ടനായി ദേവസ്തുതി കേട്ട ശിവൻ അവിടുത്തെ പ്രീതിക്കായി പാനം ചെയ്തല്ലോ. അനന്തരം ഉയർന്നോര കാമധേനുവിനെ ഭവാൻ മുനിമാർക്കു നൽകി. പിന്നെ അശ്വമുണ്ടായി ഐരാവതം കൽപ്പവൃക്ഷം അപ്സരസുകളെ താനും ദേവലോക ജനത്തിനായി നൽകി ഭഗവാൻ. അനുപമ ഗുണനിധേ ഭവാനിലനുരക്തയാം സുന്ദരിയാം ലക്ഷ്മി ദേവി ഉദ്ഭവിച്ചപ്പോൾ ദോഷരഹിതയാകുന്ന ദേവിയെ കണ്ടോരാ നേരം ജനത്തിൻ്റെ മനങ്ങളിൽ കൊതിയിളകി. ദേവദേവാർപ്പിതയാകും ദേവിക്കായി നൽകി ഇന്ദ്രൻ രത്നം പതിപ്പിച്ച നല്ല സിംഹാസനവും ദേവർഷികൾ കൊണ്ടുവന്ന സാമഗ്രികളോടെ വേദമന്ത്രങ്ങളാൽ ദേവിക്ക് അഭിഷേകവും ചെയ്തു. അഭിഷേക ജലത്തിനു തൊട്ടു പിമ്പേ അവിടുത്തെ കടാക്ഷമാലകൾ വീണു വിളങ്ങിടുന്ന ദേവിക്കായി ദേവജനം കുണ്ടലവും മഞ്ഞപ്പട്ടും മുത്തുമാല എന്നിവയും സമർപ്പിച്ചല്ലോ. വണ്ടുകൾ തേടിടുന്നൊരു വരണമാലയുമേന്തി സ്ഥാനഭാരം കൊണ്ടുമെല്ലെ കുനിഞ്ഞവളും കിലുങ്ങുന്ന കാൽത്തളയും അണിഞ്ഞൊരാ ലക്ഷ്മി ദേവി ലജ്ജയോടെ ഭഗവാനെ സമീപിച്ചല്ലോ. ബ്രഹ്മരുദ്രദേവാദികൾ ദോഷാംശങ്ങളുള്ളവരാണെന്നറിഞ്ഞ ലക്ഷ്മി ദേവി മുന്നിൽ നിൽക്കുന്ന എല്ലായ്പ്പോഴും കമനീയ ഭാവത്തോടെ വിളങ്ങുന്ന ഭഗവാനെ വേളിമാല അണിയിച്ചല്ലോ. തന്നിൽ മാത്രം പ്രേമമുള്ള ലോകമാതാവിനെ ഭവാൻ തൻ്റെ മാറിൽ സ്ഥാനം നൽകി മാനിച്ചുവല്ലോ. തിരുമാറിൽ വിലസുന്ന ദേവി തൻ്റെ കാരുണ്യത്താൽ ത്രിലോകങ്ങൾ സമ്പൽ സമൃദ്ധമായി ഭവിച്ചു. അനന്തരം മായാമോഹവിലാസിനിയായിടുന്ന വാരുണി ദേവിയും മെല്ലെ ആവിർഭവിച്ചു. അജ്ഞാനഹേതുവാകുന്ന വാരുണിയെ ഭവാൻ തന്നെ അസുരർക്കു സമ്മാനിച്ചു ആദരവോടെ. പുതുമേഘശ്യാമളാങ്കൻ പൊൻകൂടത്തിൽ അമൃതവുമായി ധന്വന്തരിയായി ഭവാൻ ഉയർന്നു വന്നു. പാലാഴിക്കു നാഥനാകും പൊന്നു ഗുരുവായൂരപ്പ അടിയൻ്റെ ദുഃഖങ്ങളെ നശിപ്പിക്കണേ. നാരായണ 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 വാതാലയേശ.